ഹലോ ഹലോ പറഞ്ഞേ. ഹലോ എന്ന് പറ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആര്യ പാർവതി, ആര്യ പാർവതി, ആര്യ പാർവതി. ചേച്ചി, ചേച്ചി പറ. ചേച്ചി, ചേച്ചി യൂട്യൂബ്. അപ്പം ഇങ്ങനെ കാണിക്കുന്നത്. കാണിച്ചേ, ഒരു പാട്ട് പാടിക്കേ. ഗൈസ്, അപ്പം ഞാൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷനായിട്ട് നാട്ടിൽ വന്നാണ്. സോ 2 ദിവസമൊക്കെ ഇവിടെ നാട്ടിലുണ്ടാവും. സോ ഞാൻ വിചാരിച്ചു ഒരു ദിവസം പോലും ഐ ഡോണ്ട് വോണ്ട് ടു മിസ് എനി ഡേ. സോ ഇന്നൊരു വ്ളോഗ് എടുക്കാം. നാളെ നമുക്ക് പരിപാടി എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ സിസ്റ്റർ അനിയത്തിയുടെ സപ്തതിയാണ്. അപ്പൂപ്പൻ ഇപ്പം ഇല്ല, അപ്പൂപ്പൻ്റെ അനിയത്തിയുടെ സപ്തതിയാണ്. സോ ഒരു അത്യാവശ്യം നല്ലൊരു പരിപാടിയായിട്ട് തന്നെയാണ് നടത്തുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. മുഖത്തൊക്കെ ടാനായി ആകപ്പാട്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വന്നേ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് എടുക്കാമെന്ന്. അത് നാളെ ആയിരിക്കും വ്ളോഗ് എടുക്കുന്നത്. ഇത് വേറെ വ്ളോഗ്. ഞാൻ പാലുവിനെ ഒരു സാരി ഉടുപ്പിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോഴേ ഞാൻ നാളെ ഉടുക്കാനുള്ള സാരി വെറുതെ ഒന്നിങ്ങനെ ചുമ്മാ ചുറ്റി നോക്കിയപ്പോൾ നല്ലൊരു ഐഡിയ കിട്ടി. എന്തെങ്കിലും വീഡിയോ ഉണ്ടാക്കണ്ടേ. സോ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വ്ളോഗ് ചുമ്മാ. അപ്പം അങ്ങനെ ഒരു വ്ളോഗ് ചുമ്മാ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വന്നപ്പോൾ വെറുതെ ഉടുപ്പിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു രസം തോന്നി. അപ്പം തോന്നിയൊരു ഐഡിയ കേട്ടോ. പിന്നെന്താ ഞാൻ പറയാൻ വന്നത്? വന്നേ, ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് നീ വരണം. അതായത് 1 2 3 4. ആ 3 4 നീ ഇവിടെ വരണം. വല്ല മനസ്സിലാവണ്ട. ഇങ്ങനെ വരണം. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ആ 3 2 വാ. ആ നോ. 1 2 ഉമ്മ. Understood? Come. 3 2 1 start. 1 2. അപ്പൊ ഞാനിപ്പോ ബാംഗ്ലൂരിൽ നിന്ന് ആക്ച്വലി എത്തിയിട്ടേ ഉള്ളൂ. നീ എത്തിയിട്ടേ ഉള്ളൂ. നീയാണോ ബാംഗ്ലൂറാ? ഞാനല്ലേ ബാംഗ്ലൂറാ. നമ്മൾ രജനീഷ് ചേട്ടനായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തിരുന്നു. അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഹോപ്പ് എവ്രി വൺ വാച്ച്ഡ് ദാറ്റ്. നിങ്ങൾ ഇംഗ്ലീഷാ, ഭയങ്കര ഇംഗ്ലീഷാ. അപ്പം എല്ലാവരും അത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, രജനീഷ് ചേട്ടനോട് ഇന്റർവ്യൂ. അപ്പം അതിലിങ്ങനെ കുറേ കമന്റ്സ് ഉണ്ട്. എന്തിനാ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് രജനീഷ് ചേട്ടൻ ഇങ്ങനെ ഇവരുടെ ഇന്റർവ്യൂ തന്നെ എടുത്തോണ്ടിരിക്കുന്നത്? രോഗം മഹാ അത്ഭുതമൊന്നും അല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ കേട്ടു കേട്ടോ. അപ്പോൾ രജനീഷ് ചേട്ടൻ നമ്മളായിട്ട് അത്ര ക്ലോസ് ആയതുകൊണ്ടും പാലുവിൻ്റെ വളർച്ചയിൽ അവരൊരുപാട് സന്തോഷിക്കുന്നത് കൊണ്ടാണ് അവർ വ്ളോഗ്, ഐ മീൻ വീഡിയോ ഇന്റർവ്യൂ എടുക്കുന്നത്. അല്ലേ പാലു? പറ ഒരു പാട്ട്. പാലു ഇപ്പോൾ നന്നായി പാട്ടൊക്കെ പാടും കേട്ടോ. പാലൊരു പാട്ട് പാടിക്കേ. ഇവിടെ ഇരുന്ന് പാട്, താളെ വിട്ട് പാട്. ഇവിടെ ഇരുന്ന് പാടിക്കേ, പാട്. എന്റെ ബാക്കിൽ വാ, ബാക്കിൽ വാ, പാടിക്കോ. കൈയൊക്കെ എടുത്ത് പഠിക്കേ. നാനം ഒരു ദൈവല്ല. പാട്ട് പാട്, പാട്ട് പാട്, പാടുക കണ്ണാ പ്ലീസ്. ഓക്കെ. അപ്പോൾ ഗൈസ്, എനിക്ക് എവിടെയൊക്കെ നമ്മൾ എവിടെയൊക്കെ പോയിട്ട് വന്നാലും നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ഇതാ ഈ ഒരു മുഖം കാണുമ്പം എൻ്റെ പകുതി പ്രശ്നങ്ങൾ എനിക്ക് സോൾവ് ആകും. അതാ എനിക്ക് ഒരു മനസ്സിനൊരു ശാന്തൂന്ന് മനസ്സിനൊരു ശാന്തി. I love this girl. I can't breathe without this girl. Palu, do you love me? Yes or no?
No. Do you love me? Yes or no? Yes or No. no? Do you know what the meaning of no? എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ ബാലു. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ചേച്ചിയല്ലായിരുന്നോ ബാലുവിനെ ഏറ്റവും കൂടുതൽ നോക്കിയതൊക്കെ? You don't love me, Balu? I love this. Eh? I love this. Do you love me? Do you love me? Yes or no? Yes പറ. Yes പറയാൻ അറിയില്ല അല്ലേ? Yes പറയാൻ അറിയില്ല. അങ്ങനെ ആശ്വസിക്കാം. ഇപ്പോൾ അവള് കുഞ്ഞല്ലേ? പൊടി. I like it. Bye. ബൈ. ഒക്കെ കുണ്ടിന്ന് കാണിച്ചോണ്ട് നിൽക്കുന്നു മാമ. നമ്മൾ എപ്പോൾ ബാംഗ്ലൂർ പോയിട്ട് ഞാനിവിടെ നാട്ടിലെത്തിയാലും ഞാൻ ടാൻ അടിച്ച് ഇരിക്കും. ഞാനിങ്ങനെ മുടിയൊക്കെ എനിക്ക് കിട്ടിയത് നോൺ എ സി ആയിരുന്നു. അപ്പോൾ ഈ നോൺ എ സി ബസ്സിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നോൺ എ സി ബസ്സിൽ എങ്ങനെ ചൂടെടുക്കുന്ന ഫാൻ ഇടാവോ ഇട്ടിട്ട് വാ. വേണ്ട, മെല്ലെ കയറണ്ടോ? ഞാൻ ഇട്ടോളാം. അൽഡു ഞാൻ ഇടാം. പാവം, ഞാൻ ഫാൻ ഇടാൻ പറഞ്ഞപ്പം ഇതാ മേളിൽ കയറുന്നു. എന്തായാലും കയറിയതല്ലേ, ഇട്ടോ, ഞാൻ പിടിച്ചോളാം. അപ്പോൾ നോൺ എ സി ബസ്സിൽ വന്നിട്ട് മുടിയൊക്കെ ചകിരി പോലെ ആവും. ഞാൻ ഷാംപൂ വാഷും കണ്ടീഷണറൊക്കെ ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ എന്താ പറയുക, നീ ഇവിടെ വന്ന് ഉമ്മ കൊടുക്കും. ഇവിടെ ഇരുന്ന് കാണിക്കുക ഉമ്മ എനിക്ക്. ഓക്കെ, അപ്പോൾ നോൺ എ സി ബസ്സിൽ വന്നിട്ട് മുടിയെല്ലാം ചകിരി പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് ഷാംപൂ വാഷ് ചെയ്യണം. നാളെ മുടി സ്ട്രെയിറ്റ് ചെയ്തിട്ട് മുടി ഇങ്ങനെ അഴിച്ചിട്ടിട്ട് ഒരു കറുത്ത പൊട്ട് ചെറുതായിട്ട് മുകളിൽ മാത്രം കണ്ണ് ലൈൻ ചെയ്യാം. പിന്നെ എൻ്റെ കഴുത്ത് ഇങ്ങനത്തെ കഴുത്തില്ല, നമ്മുടെ ഇവിടെ ഇങ്ങനെ കോളർ വന്നിട്ട് വൈഡായി വന്നിട്ട് എഗെയിൻ കോളർ. അപ്പം അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് നമ്മൾ ഇടാനും പോകുന്നത്. പിന്നെ ഒരു ബനാറസി, സെമി ബനാറസിയുടെ ഒരു സാരി അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്താട്ടോ. ഒറിജിനൽ ബനാറസിയാ, ഷിഫോൺ അല്ലെങ്കിൽ ഒഴുകി കിടക്കുന്ന പോലത്തെ ബനാറസി അല്ല, സെമി ബനാറസിയാണ്. ഒരു 3000 എങ്ങാണ്ടായി അമ്മ അത് വാങ്ങിച്ചപ്പോഴത്തേക്കും. ഒറിജിനൽ തന്നെയാണ്, പക്ഷേ ആ നമ്മുടെ ശരിക്കുള്ള ബനാറസി ഷിഫോണിലൊക്കെ വരുന്നതില്ലേ, അങ്ങനത്തെ അല്ല എന്ന് മാത്രം. അപ്പോൾ എനിക്കപ്പോൾ അത് ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ കോൺവക്കേഷന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അമ്മ എനിക്ക് ആക്ച്വലി ഗിഫ്റ്റ് ചെയ്തതാട്ടോ, വാങ്ങിച്ചു തന്നാണ്. സോ എന്തിനാ ഞാൻ ഈ വ്ളോഗ് എടുക്കണേന്ന് എനിക്ക് അറിയില്ല. ബട്ട് ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വ്ളോഗ്. വെറുതെ ഗ്യാപ്പ് ഇങ്ങനെ വരുവാണ്. ഡോറയാ? ഡോറ പൂച്ചി കാണാറുണ്ടോ? എന്തൊക്കെയോ ഇങ്ങനെ പറയും, നമ്മളതൊക്കെ അങ്ങനെ അംഗീകരിക്കും. ബാലുവിന്റെ വളയാണോ? ഒന്നുകൂടെ. ഡു യു ലവ് മീ? ഞാൻ വീഡിയോ എടുക്കുവോ ബാലു? യെസ് ഗൈസ്, അപ്പോൾ നമുക്ക് ഞാൻ വന്നിട്ട് കൈയും കാലും മുഖം കഴുകിയിട്ടൊക്കെ ഇവിടെ എടുക്കാറുള്ളൂ. ഇനി എനിക്ക് പല്ല് തേക്കണം. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് പുച്ചണം. അപ്പോൾ അവൾ എൻ്റെ ഹാൻഡ് ബാഗിൽ നിന്ന് തകൃതിയായിട്ട് എന്തൊക്കെയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും എടുക്കാനില്ല അതിനകത്ത്. ഫെവിസ്റ്റിക് കൊണ്ട് കൊടുത്തു വെച്ച്. അപ്പോൾ നമുക്ക് പല്ല് തേച്ച് കുച്ചണം, ഒന്ന് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണം. നോക്ക്, ഇന്നലെ രാത്രി ഞാൻ വരുന്നതിന് മുമ്പ് കണ്ടീഷൻ ചെയ്തതാണ്, പക്ഷെ മുടി ഇപ്പം ഇങ്ങനെ. ഒരു പാട്ട് പാടി ഇവളെൻ്റെ അടുത്തേക്ക് വരുമോ നമുക്ക് നോക്കാം. കണ്ണിൽ കണ്ണിൽ അല്ല, താ താ തേ താ 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 തേ താ താ തേ താ 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 തേ താ താ തേ താ 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 തേ താ 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 തേ താ താ തേ താ 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 തേ താ താ തേ താ 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 തേ. ഭയങ്കര
ഭയങ്കര ഇഷ്ടമുള്ള പാട്ട്. നമ്മുടെ ഓമന തിങ്കൾ കിടാവിന് കുറേ വെർഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഓമന തിങ്കൾ കിടാവോ വെർഷൻസിൽ ഒരു ചിത്രയുടെ വെർഷനാണിത്. താ താ തേ താ 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 തേ അങ്ങനെ പറഞ്ഞിട്ട്. യെസ്. അപ്പോൾ പാലു നമ്മൾ എന്തിനാ ഈ വ്ളോഗ് എടുക്കുന്നത് പാലു? ചുമ്മാ. ആ കറക്റ്റ്. ഏനും ಗೊತ್ತಿಲ್ಲ. എനിക്കും അറിയില്ല എന്തിനാ വ്ളോഗ് എടുക്കുന്നതെന്ന്. ഒരു സാരിയെ കുടിപ്പിച്ചാലോ നിന്നെ അങ്ങോട്ട് ഞാൻ? സാരി വേണോ? സാരി ഉടുക്കണോ? നാളെ അപ്പച്ചിയുടെ പരിപാടിക്ക് പോകുമ്പോ എന്താ ഇടണേ? സോ ഈ വ്ളോഗിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നാളെയാണ് ശരിക്കും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ ടുഡേ ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വ്ളോഗ് ആൻഡ് പോസ്റ്റ് ടുഡേ ഓൺലി. ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു. യെസ്. അപ്പോൾ ഞാനൊന്ന് പല്ലേച്ച് കുളിച്ചിട്ട് വരാം. പല്ലേച്ച് കുളിച്ചിട്ട് വരുമ്പോൾ അമ്മയുടെ അതേ മുഖലകൾക്ക്. അപ്പോൾ പല്ലേച്ച് ഞാൻ കുളിച്ചിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സാരി ഉടുപ്പിച്ചാലോ? ഞാൻ കുറച്ച് മുമ്പ് സാരി ഉടുപ്പിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് വന്നൊരു ഐഡിയ ആണ്. എന്നാൽ സാരി ഉടുക്കുന്നൊരു വ്ളോഗ് ആക്കിയാലോ നീ മാഡത്തിന്? നമുക്ക് തികയുന്നൊരു സാരി എൻ്റെ കയ്യിലില്ല. പക്ഷെ നമുക്ക് ചുമ്മാ ഒന്ന് ചുറ്റി ഉടുപ്പിച്ചൊക്കെ നോക്കാം, എന്തെങ്കിലും വെച്ച് കെട്ടിയിട്ടൊക്കെ. യാ. അപ്പം നമുക്ക് എന്തായാലും റെഡി? പല്ലേക്കാൻ പോവാം. 3, 2, 1 യോ. പറഞ്ഞേ യോ. ഇങ്ങനെ കാണിക്കും. നോക്ക് നോക്ക്. യോ യോ. ഇങ്ങനെ കാണിക്കാദ്യ. യോ. നിന്നേക്കാൾ 24 വയസ്സ് മൂത്ത് കാണാൻ ഞാൻ. നിങ്ങളിത് കാണണം. പാലു ഞാൻ തല്ലിയാ? എന്നാ എന്തിനാ തല്ലിയ? സോറി പറ. അഭിനയ സിംഹം അവള്. അഭിനയ സിംഹാ നീ. ആ പറഞ്ഞോ. പോവണ്ട, സംസാരിച്ചോ. ഇവിടെ ഇരുന്ന് സംസാരിക്കേ. ഇവിടെ ഇരിക്കേ. ആ അവിടെ അല്ല, ഇവിടെ. ആ സംസാരിച്ചോ. ഹലോ നമസ്തേ. ആ പറഞ്ഞു. ഇവിടെ ഇരുന്നോ. പാലു ഇവിടെ ഇരുന്നോ. ആ ഓക്കെ. അതെന്താ പാലു? ഇതെന്താ പാലുവിൻ്റെ? പാപ്പം. പാലുവിൻ്റെ പാപ്പാണോ അത്? ഓക്കെ. പാലു ഇവിടെ ഇരിക്കേ. പാലുക്കുട്ടൻ ഇവിടെ ഇരിക്കേ. ആ ഇനി സംസാരിക്കേ. ആ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹലോ. പറ. അത് തുറക്കാൻ പാടില്ല. നീ നിന്റെ വിശേഷം പറയൂ. എന്നിട്ട് വേറെന്തൊക്കെ ഉണ്ടായി? പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു പാട്ട് പാടിക്കേ. പാട്. വേറെ ഗാനം. പിന്നെ അടുത്ത വരി. ഇനി വേറെ വരി ഉണ്ടോ ഈ പാട്ടിന്? പാട്.
എനിക്ക് സ്വന്തമായിട്ട് പേസ്റ്റും ബ്രഷൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് പാക്ക് ചെയ്ത കൂട്ടത്തിൽ പേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ദന്തഗാന്ധി കോൾഗേറ്റ് മറ്റേനേക്കാളൊക്കെ എനിക്ക് ഇഷ്ടം ഇതാണ്. ഇത് മിനിസോന്ന് വാങ്ങിച്ച ബ്രഷാണ്. പിന്നെ നമുക്ക് പച്ച തേച്ചാം. അഭിനയ റാണിയാണ് ഇത്. എൻ്റെ ബാഗിന് പൗച്ചിനകത്ത് നിന്നേ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അവളുടെ അടവാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതെങ്ങനെയും വിട്ടേ വിട്ടേ. ആ ദേഷ്യം അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എൻ്റെ ബാഗിനകത്തേക്ക് വയ്ക്കും. ഇത് കളിക്കാൻ കൊടുക്കും. എന്നാ ഇത് വെച്ച് കളിച്ചോ. ബാഗ് പല്ലേ ചേഞ്ഞാ നീ പല്ല് തേച്ചോ? പാല് രാവിലെ പല്ലും തേച്ച് മറ്റേ റൈസിൻസ് വെള്ളത്തിലിട്ടതൊക്കെ കഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ പല്ല് തേച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പല്ല് തേച്ചു. ഇനി നമുക്ക് ഇതൊക്കെ തിരിച്ചെടുത്ത് വെച്ച് ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാനപ്പോഴത്തേക്കും തോർത്ത് ഇവിടെ മേളിൽ കയറാൻ നോക്ക് ഭയങ്കര അലമ്പാ പാലും ഇപ്പം. ഞാനപ്പോൾ അങ്ങനെയാണെങ്കിൽ കുച്ചാൻ പോട്ടെ. എന്താ അതവിടെ വീട് പണി നടക്കുന്നാടാ. ഞാൻ അപ്പോൾ അടുക്കളയിലേക്ക് കുളിയൊക്കെ കഴിഞ്ഞ് വന്നേ കേട്ടോ. കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ ഇതൊക്കെ കണ്ടത്. ഇപ്പം അമ്മ മറ്റേ ഇതിലൊക്കെ ഓരോന്ന് ഓർഡർ ചെയ്യാനൊക്കെ പഠിച്ചപ്പോഴേ ഇങ്ങനെ അടുക്കള ഡെക്കോർ ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ അമ്മ ഇങ്ങനെ വാങ്ങിക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു ഓരോ സാധനങ്ങൾ. ഇങ്ങനെ നട്ട്സ് ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളൊന്ന്, പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ്, ഇതെല്ലാം തന്നെ ഓർഡർ ചെയ്താട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെയൊക്കെ. നോക്ക്, ഗ്ലാസ്സുകൾ സെപ്പറേറ്റ് ഫ്ലിപ്കാർട്ടാട്ടോ. ഇത് ഫ്ലിപ്കാർട്ടോ. പിന്നെ അങ്ങനത്തെ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ. കുറേ പാത്രങ്ങൾ നമുക്ക് ജാറ് കണ്ടോ. ഇതിപ്പോൾ അമ്മ പാലും ഉള്ളതുകൊണ്ട് അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സ്മോൾ ജാർ. പിന്നെ എണ്ണ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ പറയട്ടോ, കൊടുത്തരാം. ഇത് ചില്ലാണ്, എല്ലാം ചില്ലാണ്, പ്ലാസ്റ്റിക് അല്ല. ഇതൊക്കെ ഭരണിയൊക്കെ അമ്മയ്ക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന കേട്ടോ. പിന്നെ ഓവൻ്റെ അകത്ത് പാലിൻ്റെ നാൻപ്രോ വെച്ചിരിക്കുക. എൻ്റെ ഇതൊക്കെ നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇതിനകത്ത് സ്റ്റാൻഡ്, ഇങ്ങനെ കുറേ ചില്ലിൻ്റെ പാത്രങ്ങൾ. പിന്നെ ഇത് മീഷോ എന്താണ്ടോ വാങ്ങിച്ചതാണ് ഇങ്ങനൊരു സാധനം. ഇത് മറ്റേ കുറച്ച് നേരത്തൊക്കെ ടെമ്പറേച്ചർ നിൽക്കും. കുറച്ച് നേരമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചൂടുള്ള സാധനങ്ങൾ കണ്ടെയ്ൻ ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും. പാലുവിൻ്റെ പാലൊക്കെ. ഇത് ഞാൻ മിനിസോ എപ്പോഴോ പാലുവിന് വാങ്ങിച്ചു കൊടുത്തതാണ്. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഉടനെ പോകുന്ന സമയത്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. യെസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. എന്താണ്, എല്ലാം വേണം. ഇവിടെ പഞ്ചസാര ഉപയോഗിക്കാറില്ല കേട്ടോ. ബ്രൗൺ ഷുഗർ ആണ് ഉപയോഗിക്കാറ്. സോ യെസ്, അപ്പോൾ നമുക്ക് ചായ കുടിച്ചാം. നിനക്ക് എന്ത് ചായ? വാ. അമ്മ ഒരു മോശം കോലത്തിലായതുകൊണ്ട് കേട്ടോ അമ്മയെ കാണിക്കാത്തത്. ഇവിടെ അച്ഛനുണ്ട്, പക്ഷെ അച്ഛൻ ഷേവ് ചെയ്തുകൊണ്ടിരിക്കുക. നാളെ അച്ഛൻ്റെ തിരുവാതിരകളി ഉണ്ട് ഒറ്റയ്ക്ക്. അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ് അച്ഛൻ. അച്ഛനും പാലും കൂടെയാണ് നാളെ തിരുവാതിര. നാളെ അച്ഛനും പാലും കൂടെയാണോ തിരുവാതിര കളിക്കുന്നേ? നാളെ ഞാൻ കരോക്കെ വെച്ചൊരു പാട്ടൊക്കെ പാടിയാലോ? അല്ല, നമ്മുടെ രായമേനെ ആദരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി പാലുവിനെ സാരിയൊക്കെ ഉടുപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് നമുക്ക് നാളെ അപ്പച്ചിയുടെ പരിപാടിക്ക് എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം അപ്പച്ചി എന്ന് പറയുന്നത് എൻ്റെ അപ്പൻ്റെ അപ്പൂപ്പൻ, അതായത് എൻ്റെ അമ്മയുടെ അപ്പച്ചി. അപ്പോൾ അപ്പൂപ്പൻ്റെ അനിയത്തിയാണ്, അപ്പോൾ ചേച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് ആലോചിച്ചപ്പോഴാണ് പെട്ടെന്ന് അമ്മയുടെ അച്ഛൻ്റെയും കല്യാണ ആൽബമിൻ്റെ കാര്യം ഓർത്തത്.
ഇത് അമ്മയുടെ സൈഡിൽ നിന്നുള്ളത്, ഇത് അച്ഛൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ അമ്മയുടെ ഉള്ള സൈഡിൽ നിന്നുള്ള കല്യാണ ആൽബത്തിൽ ആക്ച്വലി അപ്പച്ചിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. ഞാൻ ആൽബം കാണിക്കാം കേട്ടോ, ഒരിക്കൽ എല്ലാവരെയും കാണിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനകത്ത് എവിടെയോ അപ്പച്ചിയുടെ കൂടെയുള്ള ഫോട്ടോ ഉണ്ട്. അപ്പോൾ നമ്മളത് ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. യെസ്, ഇതാണ് അപ്പച്ചി. ഇതെൻ്റെ അപ്പൂപ്പൻ, എൻ്റെ അമ്മയുടെ അച്ഛൻ, എൻ്റെ അമ്മയുടെ അമ്മ, അമ്മുമ്മയുടെ അമ്മ, അച്ഛൻ. ബേബിയമ്മ കുറച്ചായിട്ടുള്ളൂ മരിച്ചിട്ട്. ബേബി അപ്പനും രണ്ടുപേരും നവതി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ മരിക്കുന്നത്. പിന്നെ ഇതാണ് ഞാൻ നാളെ സപ്തതി ആഘോഷിക്കുന്ന അമ്മമ്മ. അപ്പച്ചീനെ കാണാൻ പോകണേ, ചവിട്ടരുത്. ഇതെൻ്റെ മാമൻ്റെ അമ്മയുടെ ബ്രദർ കേട്ടോ. മാമനിപ്പോൾ ഇല്ല, മാമൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാവരും. മാമൻ്റെ ഫ്രണ്ട്സാട്ടോ. ഇതെൻ്റെ അച്ഛൻ വരച്ചതാ വെറുതെ. അപ്പോൾ അങ്ങനെ അപ്പച്ചിയുടെ ഈ ഫോട്ടോ ഞാൻ എടുത്തു. ഇനി അത് നമ്മളത് ഫ്രെയിം ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുത്തെ കുട്ടി സംഘം, അപ്പൂപ്പൻ, വല്യച്ഛൻ, അവരുടെ മക്കള്, ഹരിയേട്ടൻ, വല്യേട്ടൻ, അങ്ങനെ കുറേ ഫോട്ടോകൾ. വീണ്ടും ദക്ഷിണ, അങ്ങനെ കുറേ ഫോട്ടോകൾ. പാലും ഇതെല്ലാം കണ്ടിട്ടുണ്ടോടാ? അപ്പം നമ്മൾ കുറേ ഫോട്ടോ ഇങ്ങനെ ആൾക്കാർ കാണാനൊക്കെ വരുമ്പോഴത്തേക്ക് എടുത്തുകൊണ്ടൊക്കെ പോകും കേട്ടോ. അങ്ങനെ കുറേ ഫോട്ടോ ഒന്നും ഇതിനകത്തില്ല. പക്ഷെ അച്ഛൻ്റെയിലൊക്കെ ഭയങ്കരമായിട്ട് അച്ഛൻ ഡിസൈൻ ചെയ്ത് വെച്ച, അച്ഛൻ ആർട്ടിസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചതാണ് ഗൈസ്. കണ്ടില്ലേ, ഇത് നമ്മുടെ ആലുവ എയർപോർട്ടില്ലേ, ശ്രീമൂലനഗരം എയർപോർട്ടിന് അവിടെയൊക്കെ പോയിട്ട് എടുത്ത ഫോട്ടോസാണ് ഇവരുടെ ഇതെല്ലാം കേട്ടോ. ഉണ്ടോ, റൺവേ അങ്ങനെയൊക്കെ. യെസ്, അപ്പം അങ്ങനെ ഇത് ഞാൻ കഴിക്കാൻ പോവാം. അപ്പോൾ അത് നമ്മൾ ഫ്രെയിം ചെയ്യാൻ വേണ്ടി പോകാൻ പോകട്ടോ. അപ്പോൾ അതങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. ഇവിടെ സാരി നമുക്ക് പിന്നിൽ ദിവസം ഉടുപ്പിക്കാം നമുക്ക്, അല്ലേ? പിന്നിൽ ദിവസം കൊടുത്താൽ പോരെ സാരി? അതിൽ കയറി നടക്കരുത് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ വേഗം പോയി ദോശ കഴിക്കട്ടെ. ദോശ കഴിച്ചിട്ട് നമുക്ക് ബാങ്കിൽ പോകണം അച്ഛനോട്. അവിടെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ പോകണം. കാരണം ഞാൻ നാളെ ബ്ലാക്ക് സാരി ആയതുകൊണ്ട് പാലു ഓൾസോ വെയറിങ് സംതിങ് ബ്ലാക്ക്. പാലു ഓൾസോ വാണ്ടഡ് ടു വെയർ സംതിങ് ഇൻ ബ്ലാക്ക്. അമ്മയ്ക്ക് ചാടരുത് ഗൈസ്. വേറൊന്നുമല്ല, അവള് തന്നെ ഇറങ്ങി അവിടുന്ന് പോയി. അത്രയും വേഗം കണ്ടില്ലേ, തന്നെ ഇറങ്ങിപ്പോയി അച്ഛൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. ഇവിടെ നിന്ന് പെങ്കൊച്ച കാല് പൊക്കി അപ്പുറത്തേക്ക് കിടന്ന് പോയി, ഓടി. പിടിച്ചില്ലായിരുന്നു. ഞാൻ പിടിച്ചിട്ട് പോലും ഇല്ല. കൊണ്ടുവന്നേ വെക്കേ, എടുത്ത് വെക്കട്ടെ. അപ്പം ഞാൻ പോയി അമ്മ ദോശ ഇടുന്നുണ്ട്, ദോശ കഴിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ദോശ കഴിക്കാനായിട്ടിരുന്നു. ദോശ, സാമ്പാർ. അപ്പം ഞാൻ പറഞ്ഞില്ലേ രജനീഷേൻ്റെ ഇൻ്റർവ്യൂ, അപ്പം അമ്മ അവിടെ അത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെയാണ് ഇറങ്ങിയത്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണണം, ഞാൻ രാവിലെ പറഞ്ഞ പോലെ. ഡു യു വാണ്ട് ദിസ്? അപ്പോൾ ഞാനും അച്ഛനും കൂടെ ബാങ്കിലേക്ക് പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇടുന്ന ഡ്രസ്സ് തന്നെ ഇട്ടത്. ഇവിടെ തൊട്ടടുത്ത ബാങ്ക്. കാലിൽ അഴുത്തൊന്നും പോയിട്ടില്ല. എന്തായാലും കുറച്ച് ദിവസം സ്റ്റെയിൻ ഉണ്ടാവും. പോയിട്ട് വരാം. ആ വീട് കണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്. ഫുള്ള് ചെടികളാണ്. നല്ല ചൂടായിരിക്കും അല്ലേ? ഇവിടെ പോവാ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാനാണോ അതോ ചെക്ക് ലീഫൊക്കെ എടുത്തോ? യെസ്, അപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുക കേട്ടോ. പാലുവിന് മറ്റേ കറുത്ത ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞ അമ്മ. പാലുവായിട്ടാ? അങ്ങനല്ലേ അമ്മ പറഞ്ഞത്? ഇപ്പൊ വാങ്ങിക്കാന്നല്ലേ പറഞ്ഞേ? എന്നോട് വാങ്ങിച്ചിട്ട് വരാനാ പറഞ്ഞിരുന്നേ. നമ്മൾ വൈക്കത്തേക്ക് പോകുന്നുണ്ടോ ഇന്ന്? ആണോ? അമ്മൂമ്മയും കൂടെ കൂട്ടിയാണോ പോണേ? ഓ അത് ശരി. അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോവാം. പ്ലാൻ അപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പൊന്നെ, ഇവിടുന്ന് അമ്മൂമ്മയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. ആ ഫ്രണ്ടിൽ കാണുന്ന ഡ്രസ്സ് അമ്മൂമ്മയ്ക്ക് എടുത്താലോ? നല്ല കടയാട്ടോ. ആക്ച്വലി ഇവർക്കൊരു ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട്, ബ്രാൻഡഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട്. ചെറിയ കടയാണ്, ഒരു ചെറിയ കുട്ടി തുടങ്ങിയിരിക്കുന്ന കടയാണ്. പക്ഷെ നല്ല മോഡേൺ ഡ്രസ്സ് ഒക്കെ ഇടുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ആക്ച്വലി ഭയങ്കര നല്ല കളക്ഷനാട്ടോ. ഫ്രീ പ്രൊമോഷനും കൊടുത്തു ഞാൻ. ഞങ്ങളിപ്പോൾ ബാങ്കിൽ പോവാണ്. ഞാൻ വിചാരിച്ച പാലുവിന് ഡ്രസ്സ് വാങ്ങിക്കണമായിരിക്കും. എന്താ പറയാൻ വന്നല്ലോ, പറഞ്ഞോ. ആ ചിരിയിലുണ്ടല്ലോ. പോണ വഴിക്ക് വാങ്ങിക്കാനാ? ഓക്കെ. ഓ അങ്ങനെയാണെങ്കിൽ ശരി. എപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്? 3:30 മണിക്ക് പോകുന്നുണ്ടോ? ഓ അത് ശരി. ഓക്കെ, അത് കൊള്ളാം. അതെനിക്കറിയത്തില്ലായിരുന്നു.
നാളെ ശരിക്കും എന്താണ് അപ്പച്ചി മുടി പഴിപ്പിക്കുന്ന സാധനമൊക്കെ എടുത്തോ? സ്ട്രെയിറ്റ് ചെയ്യുന്നതോ? നീ എവിടെ ചെന്ന് തേപ്പിട്ട് എടുക്കാൻ നിൽക്കണ്ടല്ലേ? അയ്യോ എവിടെ? അയ്യോ ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. മരണമാണോ? കണ്ടോ, ഞങ്ങൾ തൃപ്പൂണിത്തുറ എത്തി. വളരെ അടുത്താണ് നമ്മുടെ വീട്. നമ്മൾ അമ്പിളി നഗറൊക്കെ ആട്ടോ താമസിക്കുന്നത്. സോ നമ്മൾ എവിടെ പോകാനും നമുക്ക് എളുപ്പമാണ്. നടന്നു പോകാവുന്നതൊക്കെ ഉള്ളൂ അല്ലേ അച്ഛാ? വെയിൽ ഉച്ച ആയതുകൊണ്ട് നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. പാലും അലമ്പായിരുന്നു കേട്ടോ. പക്ഷെ എങ്ങനെയോ അകത്തൊക്കെ നമ്മൾ എടുത്ത് വലിച്ചുകൊണ്ട് പോയി. നമ്മൾ ഇറങ്ങി. ഇവിടെ നിന്ന് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ദേവി ഹോസ്പിറ്റൽ. നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കൂടെ വരാവുന്നതേ ഉള്ളൂ നടന്നു വന്നാൽ. പിന്നെ ലെഫ്റ്റിലൊരു ഓഡിറ്റോറിയം ഉണ്ട്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ പിങ്ക് ബിൽഡിങ്ങിൻ്റെ ഇപ്പുറത്ത് കാണുന്നത് പൂർണ്ണത്രേശ്യ അമ്പലം. നമുക്കിപ്പോൾ ബാങ്കിലേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ ഇതിലേ പോകണം. ഇത് അഭിഷേകം ഒരു ഓഡിറ്റോറിയം ഇവിടുത്തെ. യെസ്, അപ്പം നമ്മൾ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുന്നതും വരെ നമുക്ക് ഇന്നൊരു എവിടെ അയ്യോ ഇതാ ആരാ സുരമാനെ പോലെ തോന്നുന്നില്ലേ? നല്ല സുരമാൻ വാസ്യവനെ പോലെയൊക്കെ തോന്നുന്നു. പാർത്തതും അച്ഛൻ മറ്റേ പാട്ട് ഞാൻ അയച്ചത് കേട്ടായിരുന്നു. നാടൻ പാട്ടല്ല അതിന് എന്തോ നന്ദുണിപ്പാട്ട്. എന്താ അഞ്ചന മണിക്കട്ടിലും നല്ല പാട്ടത്. ഇതൊരു അമ്പലമാണല്ലോ. അവിടെ ഒരു അമ്പലം. ഇത് ഏതമ്പലം അച്ഛാ? തൃപ്പൂണിത്തുറ മൊത്തം അമ്പലങ്ങളല്ലേ? ഫുൾ അമ്പലങ്ങളാണ് ഇവിടെയൊക്കെ. അഞ്ചന മണിക്കട്ടിലും നല്ല പഞ്ചാണി മത്തേമേ അഞ്ചന അമ്പലമാണ് ഇവിടെ. ഇതാണ് സിന്ദൂരം. നിങ്ങളൊക്കെ ചോദിക്കാറില്ല ഞങ്ങൾ എവിടെ ബ്ലൗസ് തേപ്പിക്കണേന്ന്. അതാണ് സിന്ദൂരം. അതാണ് പൂർണ്ണശ്രീ കാറ്ററിംഗ്. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ അച്ഛാ? അച്ഛനോ? ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. ഞാനിന്ന് ഇത് കാണിച്ചോണ്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും പാലുവിനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നവരായിരിക്കും നമ്മുടെ ഈ വ്ളോഗ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പച്ചിയുടെ സപ്തതിയുടെ നമുക്ക് വേറെ വ്ളോഗ് ആക്കാം. ഓക്കെ ഗായ്സ്, അപ്പം എന്തായാലും ഞങ്ങൾ ബാങ്കിലേക്ക് പോകാൻ പോവാണ്. ബാങ്കിൽ നമ്മൾ ചില ആൾക്കാർ എത്ര പറഞ്ഞാലും പഠിക്കില്ല. പാർക്ക് ചെയ്യാനൊരു സൗകര്യം നമ്മൾ കാണിച്ചു കൊടുത്തു കണ്ണിൻ്റെ മുമ്പിൽ, പക്ഷെ അവർക്കത് ചെയ്യാനായിട്ട് ആവില്ല. അപ്പോൾ ഇതുപോലെ തൃപ്പൂണിത്തുറ മൊത്തം ഇരുന്ന് ചുറ്റിക്കറങ്ങി ഓരോരുത്തരുടെ വീടും കണ്ട് ഇങ്ങനെ ഇരുന്ന് പോവാം. ഹോസ്പിറ്റലല്ലേ? എൻ്റെ ടെംപ്ലേറ്റ് ഗ്ലാസ് മേളിൽ പൊട്ടിയിട്ടേ ഫ്രണ്ട് ക്യാമറ എടുത്തപ്പോഴേ കണ്ടത്. അത് നമുക്ക് ഇത്രയും പൊട്ടിയിരുന്നു. അപ്പോൾ ഞാൻ അത് അഴിച്ചെടുത്തു. ഇതിപ്പോൾ കണ്ടില്ലേ, വേറൊരു ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം അച്ഛൻ തൃപ്പൂണിത്തുറ മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇപ്പം സമയം 1:30 11 മണിക്ക് വീട്ടിൽ 10 മിനിറ്റ് മോളെ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നാണ്. ഇപ്പോൾ ഇവിടെ 1:30 കഴിഞ്ഞു. കുറച്ച് സമ്പ്രദായങ്ങളുണ്ടായിരുന്നു, അല്ല പരിപാടികളുണ്ടായിരുന്നു. പിന്നെ ഫ്രെയിമൊക്കെ ചെയ്യാനായിട്ട് കൊടുത്തു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം അവിടെ ഫോട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് തർക്കങ്ങളും കാര്യങ്ങളായിരുന്നു. പിന്നെ എൻ്റെ പഴയ ആദ്യമായി വാങ്ങിച്ച പാലു 2 വർഷമായല്ലോ ഇപ്പോൾ ഐഫോൺ എടുത്തിട്ട്. 2 വർഷം ആകുമ്പോൾ, കാരണം അടുത്ത മാസം പാലുവിൻ്റെ പിറന്നാളല്ലേ വരാൻ പോകുന്നത്. നാളെ അടുത്ത മാസം ആയല്ലോ. അപ്പം മാസ് പാലു ഇപ്പോൾ 2 വയസ്സ്, 2 വർഷമായി ഈ കേസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുള്ള് ഞാൻ ഈ ഡാൻസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ ഈ അൾട്ടൊക്കെ ഇതിലിങ്ങനെ പറ്റും, നമ്മൾ അപ്പം ഇങ്ങനെ പിടിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാനൊരു കേസ് സിലിക്കോണിൻ്റെ ബ്ലാക്ക് കേസ് വാങ്ങിച്ചു കേട്ടോ. അതിപ്പോൾ അതിനകത്ത് കിട്ടേക്കുവാണ്, ബ്ലാക്ക് കളർ. അപ്പോൾ അത് കാണിക്കാം ഞാൻ വേണമെങ്കിൽ, കണ്ണാടി കൂടെ കാണിച്ചു തരാം. കണ്ടോ ഇതൊക്കെ സംവിധാനം. അപ്പോൾ സിലിക്കോണിൻ്റെ ഇവിടെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ടോ വെച്ചാ ഈ അമ്പിളി നഗറിലോ? അമ്മയോട് പറയണത് ഈ ഊബർ വിളിച്ച് എന്നെ ശല്യം ചെയ്യരുത്. അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ നിന്ന് നമ്മളൊരു 3:30-4 മണിയാകുമ്പോൾ ഇറങ്ങും. 4 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫ്രെയിമും വാങ്ങിച്ച് അമ്മമാരുടെ അടുത്തേക്ക് പോകുന്നത് കൂടിയിട്ട് ഈ വ്ളോഗ് ശുഭം. പിന്നെ ഇവിടുന്ന് നാളെ അങ്ങോട്ട് നമ്മൾ കുട്ടനാട്ടിലെ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ ശരി, വീട്ടിലെത്തിയിട്ട് സാമ്പാർ കൂട്ടി ചോറുള്ളത് കാണിച്ചു തരാം. വായിക്കേ. ഇതെന്താ? അംബ്രല്ലാന്ന് വായിച്ചാ? ഇതെന്താ? വെരി ഗുഡ്. A for സൂപ്പർ, സൂപ്പർ, അമേസിങ്. ഇത്
ഇത് ബോൾ. വെരി ഗുഡ് പാലു. ഇത് കേക്ക്. ഇതെന്താ? ഡോഗ്. ഡോഗ് കഴിഞ്ഞെന്താ? ഇത് എലിഫന്റ്. ആന. ഓക്കെ, ആന ശരിയാണ്. എലിഫന്റ്. എലിഫന്റ് എന്ന് പറഞ്ഞേ. ഓക്കെ. ഐസ്ക്രീം. ജഗ്. ആ ഓക്കെ പോട്ടെ. കിങ്. ഇതാരാ? ബാബ അല്ല. മാംഗോ. നെസ്റ്റ്. വാച്ചു വണ്ടി ഓടിക്കട്ടെ വാച്ചു ചേച്ചി